അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ണീർ എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് സത്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ണീർ, ചില ആൾക്കാരുടെ കണ്ണീർ കൊള്ളും. നമുക്ക് ഒരു പുതിയ വീട് വെക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഉഷാറാകുമ്പോൾ, നല്ല സാലറി കിട്ടുമ്പോൾ, ചില ആൾക്കാർ ഇങ്ങനെ അവന് നല്ല ജോലിയാണല്ലോ നിങ്ങൾ പറഞ്ഞു പോയാൽ തന്നെ ചില ആൾക്കാരുടെ കണ്ണീർ ദൃഷ്ടി പതിയും. ഇത് വളരെ അപകടകരമാണ്. അപ്പോൾ അത് നമ്മൾ കണ്ണീർ തട്ടണം എന്ന ഉദ്ദേശത്തോട് പറയുന്നതല്ല, എങ്കിലും കണ്ണീർ എന്നൊരു സംഭവം ഉള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ നമുക്ക് എന്തെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ നല്ല ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ നല്ല വീട് വെച്ചാലൊക്കെ നമ്മൾ എന്ത് പറയണം, ബാറക്കല്ലാ എന്ന് പറയണം. ബാറക്കല്ലാ, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ എന്ന് നമ്മൾ പറയണം. അങ്ങനെ പറയുമ്പോൾ അവൻ അല്ലാഹു നമ്മൾ ദുആ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവനൊന്നും കണ്ണീറൊന്നും തട്ടില്ല. അപ്പോൾ എപ്പോഴും അസൂയയോട് ആരും നോക്കാൻ പാടില്ല. അസൂയാണ് മെയിനായിട്ട് ദൃഷ്ടി കൊള്ളുന്നത്, കണ്ണീർ കൊള്ളുന്നത്. നമുക്ക് ആരോട് അസൂയ വേണ്ട. ബാറക്കല്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന അസൂയ പോകും. എന്തുണ്ടെങ്കിൽ ബാറക്കല്ലാ, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, അവൻ ഉഷാറായി നിൽക്കുമ്പോൾ ബാറക്കല്ലാ എന്ന് പറയാം. അപ്പോൾ നമ്മൾ അവൻ ദുആ ആയിരുന്നു, അവന് ബർക്കത്ത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമ്മൾക്ക് വേണ്ടി അല്ലാഹു ബർക്കത്ത് നിങ്ങൾക്കും നൽകട്ടെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. നമ്മൾക്കും അല്ലാഹു ബർക്കത്ത് നൽകും. അതൊരു ദുആന്റെ